ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ അകത്ത് ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ കുറച്ച് നോക്കിയത് അല്ലേ. അപ്പം അതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. എന്താണ് ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ, ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ആ ന്യൂക്ലിയർ റിയാക്ഷൻ എത്ര ടൈപ്പ് ഉണ്ട്, അതിനെ ഏതൊക്കെ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം അല്ലെ. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അതിന് ഓരോന്നിനും ഓരോ എക്സാമ്പിളും പഠിച്ചു. പിന്നെ അതിനെ നമ്മൾ ബാലൻസ് ചെയ്ത് എഴുതാനും ഒക്കെ പഠിച്ചു അല്ലേ. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് ഓരോ ന്യൂക്ലിയർ റിയാക്ഷനും ഒബേ ചെയ്യുന്ന കുറച്ച് കൺസർവേഷൻ ലോസ് ഉണ്ട്. ആ കൺസർവേഷൻ ലോസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കൺസർവേഷൻ ലോസ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻസ്. ഈ കൺസർവേഷൻ ലോസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ റിയാക്ഷൻസിൽ കുറെ കൺസർവേഷൻ ലോസ് ഒബേ ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന കുറച്ച് കൺസർവേഷൻ ലോസ് ആണ്. ഫസ്റ്റ് വൺ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. കൺസർവേഷൻ ഓഫ് എനർജി അല്ലെ. നമുക്കറിയാം എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് എനർജി ഈസ് കൺസേർവ്ഡ് അല്ലെ. അപ്പോൾ ഒരു ന്യൂക്ലിയർ റിയാക്ഷന്റെ ഫലമായിട്ട് നമുക്കറിയാം, ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ എന്താണെന്ന് അറിയാം. രണ്ട് ന്യൂക്ലിയസ് തമ്മിൽ പരസ്പരം ബോംബാർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കണം, ഒരു ടാർഗറ്റ് ന്യൂക്ലിയസിനെ ഒരു പ്രൊജക്ടൈൽ വന്ന് ബോംബാർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പാർട്ടിക്കിൾ ന്യൂക്ലിയസും ഒരു പ്രോഡക്റ്റ് ന്യൂക്ലിയസും ഒരു പ്രോഡക്റ്റ് ന്യൂക്ലിയസും ഉണ്ടാവണം അല്ലെ. അപ്പോൾ ഈ ഉണ്ടാകുന്ന പാർട്ടിക്കിളും ബോംബാർഡിങ് പ്രൊജക്ടൈലും ഡിഫറൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ റിയാക്ഷൻസ്. അങ്ങനെ നടക്കുന്ന ഒരു ന്യൂക്ലിയർ റിയാക്ഷൻസിന്റെ അകത്ത് എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ്. ദാറ്റ് മീൻസ് ഇങ്ങനെയാണ് ഒരു എനർജി കൺസേർവ്ഡ് ആവുന്നത്. ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ടൈൽ വന്ന് ബോംബാർഡ് ചെയ്യുന്നത് വൈ എന്ന് പറയുന്ന ഒരു ടാർഗറ്റിലാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ന്യൂക്ലിയർ റിയാക്ഷനെ ജനറൽ ആയിട്ട് വൈ പ്ലസ് വൈ എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് പ്രൊജക്ടൈൽ ആണ്, എക്സ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് ടാർഗറ്റ് ന്യൂക്ലിയസ് ആണ്, വൈ എന്ന് പറയുന്നത് അതിന്റെ പ്രോഡക്റ്റ് ന്യൂക്ലിയസ് ആണ്, ഈ സ്മോൾ ലെറ്റർ വൈ എന്ന് പറയുന്നത് അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പാർട്ടിക്കിൾ, ഇജക്റ്റഡ് പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ഇതിന്റെ അകത്ത് ഈ ഓരോ എനർജി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കിളിന്റെയും മാസിന്റെ ബേസിൽ E=mc² എന്ന് പറയുന്ന ഒരു മാസ് എനർജി ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകുന്ന പല ടൈപ്പ് എനർജീസ് ഉണ്ടാവും അല്ലെ. ഈ എനർജിയിൽ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നത് മാസ് എനർജി ആൻഡ് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഈ മാസ് എനർജിയും കൈനറ്റിക് എനർജിയും പ്രോഡക്റ്റ് ന്യൂക്ലിയസിന്റെയും ഇനിഷ്യൽ ന്യൂക്ലിയസിന്റെയും പ്രോഡക്റ്റ് ന്യൂക്ലിയസിന്റെയും കൈനറ്റിക് എനർജി പ്ലസ് മാസ് എനർജി എന്ന് പറയുന്നത് ഈക്വൽ ആണെങ്കിൽ, ഓർ അതിൻ്റെ അകത്ത് ചേഞ്ച് ഇൻ എനർജി ഇല്ല എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് conservation of energy. That is the total energy of the product including both mass energy and kinetic energy of the particles and the initial ആയിട്ട് ഇതിൻ്റെ അകത്ത് ബോംബാർഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെയും ഒക്കെ എനർജിയും പ്രോഡക്റ്റ് പാർട്ടിക്കിൾസിന്റെയും എനർജിയുടെ സമവും എല്ലാം എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കും. അതിനെ നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. കൺസർവേഷൻ ഓഫ് മൊമെന്റം. മൊമെന്റം നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണ് മൊമെന്റം? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെ. അപ്പൊ മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന ആ പ്രോഡക്റ്റിനെ മൊമെന്റം എന്ന് പറയാം. ഇതിനകത്ത് ഫസ്റ്റ് കേസിൽ പ്രൊജക്ടൈലിന്റെ മൊമെന്റം നമുക്ക് mx dx എന്ന് എടുക്കാം. അതുപോലെ ടാർഗറ്റിന്റെ മൊമെന്റം നമുക്ക് m ക്യാപിറ്റൽ ഇൻറ്റു v x എന്ന് എടുക്കാം. അതുപോലെ ഈ പ്രോഡക്റ്റ് ന്യൂക്ലിയസിന്റെ മാസ് ഓഫ് y ആൻഡ് വെലോസിറ്റി ഓഫ് y എന്ന് എടുക്കാം. സ്മോൾ y പാർട്ടിക്കിളിന്റെ ആണെങ്കിൽ m സ്മോൾ y വെലോസിറ്റി ഓഫ് സ്മോൾ. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഓരോന്നിന്റെയും മൊമെന്റം പരസ്പരം ആഡ് ചെയ്യുമ്പോൾ വെക്റ്റർ സം ആയിരിക്കണേ. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതായത് ഇനിഷ്യൽ പാർട്ടിക്കിളിന്റെയും ഫൈനൽ ഇതുണ്ടാകുന്ന പ്രോഡക്റ്റ് പാർട്ടിക്കിളിന്റെയും മൊമെന്റവും കൺസേർവ്ഡ് ആയിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം എന്താണെന്ന് നമുക്കറിയാം. എന്താണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം?
ഒരു ന്യൂക്ലിയോൺസിന്റെ കേസിൽ അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ കേസിൽ നമ്മൾ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ആംഗുലാർ മൊമെന്റം, ഒരു ന്യൂക്ലിയോൺ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇറ്റ് ഈസ് ദ വെക്ടർ സം ഓഫ് ഇൻട്രിൻസിക് ആംഗുലാർ മൊമെന്റം പ്ലസ് ദ റിലേറ്റീവ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു. ടോട്ടൽ ആംഗുലാർ മൊമെന്റം, ന്യൂക്ലിയോൺസിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുണ്ടാകുന്ന ഇൻട്രിൻസിക് ആംഗുലാർ മൊമെന്റം, യെസ്, അതായത് സ്പിൻ ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു ഹാഫ് മൈനസ് ഹാഫ്, അങ്ങനെ സ്പിന്നിങ് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ആംഗുലാർ മൊമെന്റം പ്ലസ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം സ്മോൾ ലെറ്റർ എൽ. അതിന്റെ വെക്ടർ സം എന്ന് പറയുമ്പോൾ എസ് പ്ലസ് ഓർ മൈനസ് എൽ. ഇതിന്റെ ഒരു സമ്മാണ് ടോട്ടൽ ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, അല്ലെ? അപ്പോൾ ഈ ടോട്ടൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ഓരോ ന്യൂക്ലിയോൺസിന്റെയും വെക്ടർ സം ഓഫ് ഇൻട്രിൻസിക് ആംഗുലാർ മൊമെന്റം പ്ലസ് അതിന്റെ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. ഇത് അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കണേ. ഇത് അറിഞ്ഞുകൂടാ എങ്കിൽ, ക്ലാസ് കണ്ട് കഴിഞ്ഞവര് ഇത് അറിഞ്ഞുകൂടാ എങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് പറയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പറയോ വേണം. ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് നോക്കണം. ഓക്കെ, ദെൻ ആംഗുലാർ മൊമെന്റം ആൻഡ് റിലേറ്റീവ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെ വെക്ടർ സം. ഓക്കെ, ദെൻ ഈ ഓരോ പാർട്ടിക്കിളിന്റെയും ആംഗുലാർ മൊമെന്റം ഐ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? കൺസേർവ്ഡ് ആയിരിക്കണം. അതായത് ഇതിൻ്റെ അകത്ത് ഇനിഷ്യൽ ഇൻവോൾവ് ആകുന്ന പാർട്ടിക്കിൾസിന്റെയും ഫൈനൽ പാർട്ടിക്കിൾസിന്റെയും ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ 3 കൺസർവേഷൻ പഠിച്ചു: എനർജി, മൊമെന്റം ആൻഡ് തേർഡ് വൺ ഈസ് ആംഗുലാർ മൊമെന്റം. അതുപോലെ കൺസേർവ്ഡ് ആയിരിക്കേണ്ട 4th ക്വാണ്ടിറ്റിയാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. അത് ഇമ്പോർട്ടന്റ് കൺസർവേഷൻ ആണ് ഓഫ് ചാർജ്, ദാറ്റ് ഈസ് ചാർജ് കൺസർവേഷൻ. ഇതിൻ്റെ അകത്ത് പ്രൊജക്റ്റൈൽ, ടാർഗറ്റ്, പ്രോഡക്റ്റ് ആൻഡ് പാർട്ടിക്കിൾ ന്യൂക്ലിയസ് എല്ലാത്തിന്റെയും ചാർജിന്റെ സമ്മ് എപ്പോഴും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം, അല്ലെ? എല്ലാത്തിന്റെയും ചാർജ്, ഇതിൻ്റെ അകത്ത് ഉള്ള ഇനിഷ്യൽ പാർട്ടിക്കിൾസിന്റെയും പ്രോഡക്റ്റ് പാർട്ടിക്കിൾസിന്റെയും ചാർജിന്റെ സം ഈക്വൽ ആയിരിക്കണം, ഓർ ഡിഫറൻസ് ഇൻ ചാർജ് 0 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ ടോട്ടൽ ചാർജ് ഈസ് കൺസേർവ്ഡ്. പിന്നെ 5ാമത്തത് കൺസർവേഷൻ ഓഫ് ന്യൂക്ലിയോൺസ്. കൺസർവേഷൻ ഓഫ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം: നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ്. അപ്പോൾ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ടേക്ക് പാർട്ട് ചെയ്യുന്ന, ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന റിയാക്ഷൻസിന്റെ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കണം, ഓർ അത് ഈക്വൽ ആയിരിക്കണം. ഇനിഷ്യൽ പാർട്ടിക്കിൾസിന്റെയും പ്രോഡക്റ്റ് പാർട്ടിക്കിൾസിന്റെയും ന്യൂക്ലിയോൺസിന്റെ സമ്മ് ഈക്വൽ ആയിരിക്കണം. ആ ബേസിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്ത് എഴുതിയത്. ഓർക്കുന്നുണ്ടാവുമല്ലോ? ഹോംവർക്ക് അസൈൻമെന്റ് തന്നിരുന്നു, ചെയ്ത് കാണുമല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ബാലൻസ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ന്യൂക്ലിയോൺസിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? കൺസേർവ് ചെയ്തിട്ട് ബാലൻസ് ചെയ്തിട്ട് ഇക്വേഷൻ ചെയ്തത്. Okay, the next is conservation of spin. Spin എന്താണെന്ന് നമുക്കറിയാം. ഇലക്ട്രോണിന്റെ സ്പിൻ എന്താണ്? അപ്പ് സ്പിൻ ആൻഡ് ഡൗൺ സ്പിൻ, പ്ലസ് ഓർ മൈനസ് ഹാഫ്, അല്ലെ? ഇലക്ട്രോണിന്റെ സ്പിന്നിങ്ങിനെ കുറിച്ച് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു ഇലക്ട്രോണിന്റെ സ്പിൻ പ്ലസ് ഹാഫ് ആൻഡ് മൈനസ് ഹാഫ്. അതുപോലെ തന്നെ ഓരോ ന്യൂക്ലിയോണിനും എന്തുണ്ട്? സ്പിന്നിങ് ഉണ്ട്. അപ്പൊ ഈ ന്യൂക്ലിയോണിന്റെ സ്പിൻ എന്ന് പറയുന്നത് അതെന്തായിരിക്കണം? കൺസേർവ്ഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇതിൻ്റെ അകത്ത് ഓരോ റിയാക്ഷൻ നടക്കുമ്പോഴും അതിൻ്റെ അകത്തെ പ്രോഡക്റ്റ് ന്യൂക്ലിയസിന്റെ ടോട്ടൽ സ്പിന്നും ഇനിഷ്യൽ പാർട്ടിക്കിൾസിന്റെ ടോട്ടൽ സ്പിന്നും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് കൺസർവേഷൻ ഓഫ് പാരിറ്റി. പാരിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ജനറലി പാർട്ടിക്കിൾ ഫിസിക്സിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ പാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളിന് ഒന്നില്ലെങ്കിൽ ഈവൻ പാരിറ്റി അല്ലെങ്കിൽ ഓഡ് പാരിറ്റി എന്ന് പറഞ്ഞാണ് നമ്മൾ അതിന് പാരിറ്റി അസൈൻ ചെയ്യുക. ഈവൻ പാരിറ്റിയെ നമ്മൾ +1 കൊണ്ടും ഓഡ് പാരിറ്റിയെ -1 കൊണ്ടുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഈ പാരിറ്റി ഈവൻ ആണോ ഓഡ് ആണോ എന്നുള്ളത് ആ പാർട്ടിക്കിളിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഓരോ പാർട്ടിക്കിളിനും ഓഡ് പാരിറ്റി ഓർ ഈവൻ പാരിറ്റി എന്നുള്ളത് ഓൾറെഡി അസൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന ഓരോ പാർട്ടിക്കിളിന്റെയും പാരിറ്റി ഏതാണ് എന്ന് നോക്കാം. ഇപ്പോൾ ഈ ഇൻവോൾവ് ആയിരിക്കുന്ന പ്രൊജക്ടൈലിന്റെ പാരിറ്റി +1 ആണെങ്കിൽ, ഈ ടാർഗറ്റിന്റെയും പാരിറ്റി +1 ആണെങ്കിൽ, ഈ ഇനിഷ്യൽ പാർട്ടിക്കിൾസിന്റെ പാരിറ്റി എന്ന് പറയുന്നത് സം അല്ല, നമ്മൾ പാരിറ്റി കണ്ടുപിടിക്കുന്ന അതിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ്.
അപ്പോൾ ഈ രണ്ട് ന്യൂക്ലിയോൺസിന്റെയും കൂടെ പാരിറ്റിയുടെ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് +1 ഇൻറ്റു +1 ദാറ്റ്സ് ഈക്വൽ ടു +1. അപ്പോൾ ഈ +1 വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ഈവൻ പാരിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റ് ന്യൂക്ലിയസ് എന്തായിരിക്കും? ഈവൻ പാരിറ്റി ആയിരിക്കും. അങ്ങനെ പ്രോഡക്റ്റ് ന്യൂക്ലിയസിന്റെ നമ്മളെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ +1 കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ പ്രോഡക്റ്റ് അല്ല ഇനീഷ്യൽ പാർട്ടിക്കിൾസ്. അതുപോലെ പ്രോഡക്റ്റ് ന്യൂക്ലിയസിന്റെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ചാലും ഇതിന്റെ ഓരോന്നിന്റെയും പാരിറ്റി നമ്മൾ നോക്കണം. എന്താ ഈ ഓരോ പാർട്ടിക്കിളിന്റെയും പാരിറ്റി നമുക്ക് അറിയാവുന്നതായിരിക്കും. അത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് പാർട്ടിക്കിൾ ഫിസിക്സിൽ. ജസ്റ്റ് നമ്മൾ പാരിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് കൺസേർഡ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് ന്യൂക്ലിയസിന്റെ പാരിറ്റി രണ്ടിന്റെയും -1 ആണെന്ന് കരുതുക. ഓർ രണ്ടും ഓഡ് പാരിറ്റി ആണെന്ന് കരുതുക. അപ്പൊ -1 ഇൻറ്റു -1 എഗെയിൻ +1. ഓക്കെ. അപ്പോൾ ഈവൻ പാരിറ്റി ഉള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ വീണ്ടും നമുക്ക് പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്നതും ഈവൻ പാരിറ്റി ആയിരിക്കണം. ഓഡ് പാരിറ്റി ആണെങ്കിൽ ഓഡ് പാരിറ്റി തന്നെയായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈവൻ പാരിറ്റിയെ നമ്മൾ പ്ലസ് കൊണ്ടും ഓഡ് പാരിറ്റിയെ മൈനസ് കൊണ്ടുമാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് പാരിറ്റി കണ്ടുപിടിക്കുന്നത്. ബാക്കിയുള്ള ചാർജും സ്പിന്നും ഒക്കെ പോലെ ആഡ് ചെയ്തിട്ടല്ല പാരിറ്റി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, അതിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഇനിഷ്യൽ പാർട്ടിക്കിൾസിന്റെ പാരിറ്റി നമ്മൾ പ്ലസ് ഓർ മൈനസ് എന്നുള്ള ഒന്നിലെ ആഡ് ചെയ്ത് ആഡ് ചെയ്തല്ല മൾട്ടിപ്ലൈ ചെയ്ത് അത് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെയും പാരിറ്റീസ് ഓരോന്നിന്റെയും എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് കണ്ടുപിടിക്കും. ഇപ്പൊ രണ്ടും സെയിം പാരിറ്റി ആണെങ്കിൽ ബോത്ത് ആർ ഈവൻ ഓർ ബോത്ത് ആർ ഓഡ്, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് എന്തെന്ന് പറയാം? കൺസർവേഷൻ ഓഫ് പാരിറ്റി. ഓക്കെ. അപ്പൊ ഈ പാരിറ്റി കൺസർവേഷൻ എന്ന് പറയുന്നത് എല്ലാ ന്യൂക്ലിയർ റിയാക്ഷൻസിലും നടക്കണം എന്നില്ല. യഥാർത്ഥത്തിൽ ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ന്യൂക്ലിയർ റിയാക്ഷൻസ്, രണ്ടല്ല 3 ടൈപ്പ് ന്യൂക്ലിയർ റിയാക്ഷൻസ് ഉണ്ട്. ജനറലി നമ്മൾ അതിനെ സ്ട്രോങ് ആൻഡ് വീക്ക് എന്ന് പറഞ്ഞ് നമുക്കിതിനെ കാറ്റഗറൈസ് ചെയ്യാം. സ്ട്രോങ് ആൻഡ് വീക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടായിട്ട് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് സ്ട്രോങ് റിയാക്ഷൻസ് ആണ് എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പാരിറ്റി കൺസേർവ്ഡ് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. അതായത് ഒരു സ്ട്രോങ് ന്യൂക്ലിയർ റിയാക്ഷനിലാണ് പാരിറ്റി സ്ട്രിക്റ്റ് ആയിട്ട് കൺസേർവ് ചെയ്യുന്നത്. പാരിറ്റി വയലേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസും പോസിബിൾ ആണ്. അതിനെ നമുക്ക് വീക്ക് റിയാക്ഷൻസ് എന്ന് പറയും. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പാർട്ടിക്കിൾ ഫിസിക്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് conservation of isotopic spin. Conservation of isotopic spin. Isotopic spin. അപ്പോൾ ഈ ഐസോട്ടോപിക് സ്പിൻ എന്ന് പറയുന്നത് ഈ സ്പിൻ പോലെ തന്നെ ഓരോ ന്യൂക്ലിയോൺസിനും ഉള്ള ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി തന്നെയാണ് ഐസോട്ടോപിക് സ്പിൻ. അപ്പോൾ ഈ ഐസോട്ടോപിക് സ്പിന്നും നമുക്ക് ഓരോ പാർട്ടിക്കിളിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓരോ ന്യൂക്ലിയോണിനെ സംബന്ധിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഫിക്സഡ് ആണ്. അപ്പോൾ ഈ ഐസോട്ടോപിക് സ്പിന്നെ കണ്ടുപിടിക്കുന്ന പ്രൊസീജിയറും നമ്മൾ പാർട്ടിക്കിൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇതിൻ്റെ അകത്ത് ന്യൂക്ലിയർ കൺസർവേഷൻ ലോസ് എന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. 1 കൺസർവേഷൻ ഓഫ് എനർജി, 2 കൺസർവേഷൻ ഓഫ് മൊമെന്റം, 3 കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, 4 കൺസർവേഷൻ ഓഫ് ചാർജ്, 5 കൺസർവേഷൻ ഓഫ് ന്യൂക്ലിയോൺസ്, 6 കൺസർവേഷൻ ഓഫ് സ്പിൻ, 7 കൺസർവേഷൻ ഓഫ് പാരിറ്റി, then last one is conservation of isotopic spin. അപ്പോൾ ഇത്രയും കൺസർവേഷൻ ലോസ് ആണ് ഒരു ന്യൂക്ലിയർ റിയാക്ഷൻസിൽ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഇത് ഓരോന്നും എങ്ങനെയാണ് കൺസേർവ്ഡ് ആകുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കും, പ്രോബ്ലത്തിൽ പഠിക്കും. അപ്പോൾ തൽക്കാലം കൺസർവേഷന്റെ ഒരു ജനറൽ ഐഡിയ കിട്ടിക്കാണുമല്ലോ, ഏതൊക്കെ കൺസർവേഷൻ ലോസ് ആണ് ഒബേ ചെയ്യേണ്ടത് ഒരു ന്യൂക്ലിയർ റിയാക്ഷൻസിൽ എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണും. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാണ്. ദാറ്റ് ഈസ് ന്യൂക്ലിയർ റിയാക്ഷൻ കൈനമാറ്റിക്സ്. ന്യൂക്ലിയർ റിയാക്ഷൻ കൈനമാറ്റിക്സ്. എന്താണ് ന്യൂക്ലിയർ റിയാക്ഷൻ കൈനമാറ്റിക്സ്? അതായത് നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്താണ് എന്ന് പഠിച്ചു. അപ്പോൾ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻസ് നടക്കണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കണം, കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കണം എന്ന് മനസ്സിലായി. ഇനി അതുപോലെ തന്നെ ഒരു ന്യൂക്ലിയർ റിയാക്ഷന്റെ സമയത്ത് ഒബേ ചെയ്യേണ്ട ചില കൺസർവേഷൻ ലോസ് എന്തൊക്കെയാണ് എന്നും നമ്മൾ പഠിച്ചു. ഇതനുസരിച്ച് ചില ന്യൂക്ലിയർ റിയാക്ഷൻസിൽ നടക്കുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ചില ന്യൂക്ലിയർ റിയാക്ഷൻസ് നടക്കുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട്
ന്യൂക്ലിയർ റിയാക്ഷൻസ് നടക്കുന്നതിന്റെ ചില റെസ്ട്രിക്ഷൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? ദേ ആർ കോൾഡ് കൈനമാറ്റിക് റെസ്ട്രിക്ഷൻസ്. ചില ന്യൂക്ലിയർ റിയാക്ഷൻസ് നടക്കുന്നതിനുള്ള റെസ്ട്രിക്ഷൻസ് ആർ കോൾഡ് കൈനമാറ്റിക് റെസ്ട്രിക്ഷൻസ്. ഓക്കെ, ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ചെറുതായിട്ട് അതെങ്ങനെയാണ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കണമെങ്കിൽ അതിന് ആദ്യം വേണ്ടത് ഒരു ടാർഗറ്റ് ന്യൂക്ലിയസ് ആണ്. ആ ടാർഗറ്റ് ന്യൂക്ലിയസിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ ഇതിനെ വന്ന് ബോംബാർഡ് ചെയ്യുന്നത് ഒരു സ്മോൾ പ്രൊജക്റ്റൈൽ ന്യൂക്ലിയസ് ആണ്. അതിനെ സ്മോൾ ലെറ്റർ എക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഈ ടാർഗറ്റ് ന്യൂക്ലിയസിന്റെ മാസ് ക്യാപിറ്റൽ എം എക്സ് ആണ്. ഈ പ്രൊജക്റ്റൈലിന്റെ മാസ് സ്മോൾ ലെറ്റർ എം എക്സ് ആണ്. ഓക്കെ, ഈ ടാർഗറ്റ് ന്യൂക്ലിയസ് റെസ്റ്റിലാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതായത് അതിന് വെലോസിറ്റി ഇല്ല. തൽക്കാലം നമ്മൾ അസ്യൂം ചെയ്യാണ് പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ്. ഈ പ്രൊജക്റ്റൈൽ പാർട്ടിക്കിൾ ആണ് വന്ന് ഇതിലേക്ക് ഒന്ന് ബോംബാർഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊജക്റ്റൈൽ പാർട്ടിക്കിൾ ഈ ഡയറക്ഷനിൽ വന്ന് മൂവ് ചെയ്യുന്നു, ഇതിൽ വന്ന് ബോംബാർഡ് ചെയ്യുന്നു. അപ്പോൾ ഈ മൂവ് ചെയ്യുന്ന പ്രൊജക്റ്റൈലിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി ഇത് വന്ന് ബോംബാർഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് രണ്ട് പാർട്ടിക്കിൾസ് നമുക്ക് കിട്ടും, അല്ലെ? രണ്ട് പ്രോഡക്റ്റ് കിട്ടും. അതിലൊരെണ്ണം പ്രോഡക്റ്റ് ന്യൂക്ലിയസ് ആണ്, ക്യാപിറ്റൽ വൈ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. പ്രോഡക്റ്റ് ന്യൂക്ലിയസ് ആണ്. അതിന്റെ മാസ് എന്തായിരിക്കും? ക്യാപിറ്റൽ എം വൈ ആയിരിക്കും അതിന്റെ മാസ്. അതെന്ത് ചെയ്യും? വി വൈ എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യും, അല്ലെ? വി ക്യാപിറ്റൽ വൈ വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്തത് ഇവിടെ ഫോം ചെയ്യുന്ന മറ്റൊരു കുഞ്ഞു പാർട്ടിക്കിൾ ആണ് നമ്മളുടെ സ്മോൾ ലെറ്റർ വൈ കൊണ്ട് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ മാസ് നമുക്ക് എം വൈ കൊണ്ട് എഴുതാം. ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? അതും ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ആ വെലോസിറ്റി വി സ്മോൾ ലെറ്റർ വൈ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഡയറക്ഷനിലാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. ആ കോൺസെപ്റ്റ് അറിയാമല്ലോ. ഒരു പാർട്ടിക്കിളിനെ മറ്റൊരു പാർട്ടിക്കിൾ ഒന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ അതിന്റെ സെന്റർ ഓഫ് മാസ് അതിന്റെ ഒറിജിനൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പൊ ഇത് സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഈ സെന്റർ ഓഫ് മാസിൽ നിന്ന് ഫൈ ആംഗിൾ വേരിയേഷനിലാണ് വൈ എന്ന് പറയുന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്യുക. തീറ്റ ആംഗിൾ വേരിയേഷനിലാണ് ഈ എക്സ് എന്ന് പറയുന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ക്ലിയർ ആയി കാണുമല്ലോ. അപ്പൊ ഇതിൻ്റെ അകത്ത് എക്സ് എന്ന് പറയുന്നത് പ്രൊജക്റ്റൈൽ ആണ്. ഈ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ടാർഗറ്റ് ന്യൂക്ലിയസ് ആണ്. വിച്ച് ഈസ് കൺസിഡർഡ് ടു ബി അറ്റ് റെസ്റ്റ്. അപ്പൊ ഇതിന്റെ വെലോസിറ്റി ഇല്ല, വി എക്സ് 0 എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഇത് വൈ ആൻഡ് സ്മോൾ ലെറ്റർ വൈ എന്ന് പറയുന്ന രണ്ട് പാർട്ടിക്കിൾസ് വി വൈ എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്കിതിനെ പതുക്കെ നമുക്കൊന്ന് സയന്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന നമ്മുടെ ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എക്സ് പ്രൊജക്റ്റൈൽ ബോംബാർഡ്സ് ഓൺ ദ ടാർഗറ്റ് ന്യൂക്ലിയസ്, then the product nucleus Y and a small particle Y is formed. ആണല്ലോ. ഓക്കെ, ദെൻ നമുക്ക് ഇതിനെ എന്ത് പറയാം? ഈ പാർട്ടിക്കിൾ റെസ്റ്റിലാണ് എന്ന് നമുക്കറിയാം, അല്ലെ? ഇനി ഓരോ പാർട്ടിക്കിളിന്റെയും എനർജി നമ്മൾ എഴുതി നോക്കാൻ പോവാണ്. ഈ സ്മോൾ ലെറ്റർ എക്സ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസിന് എന്തൊക്കെ എനർജിയാണ് ഉള്ളത്? ആ സ്മോൾ ലെറ്റർ എക്സ് എന്ന് പറയുന്ന പാർട്ടിക്കിളിന് ഒരു എനർജി ഡ്യൂ ടു ദ മാസ്. ആ മാസ് കാരണം അതിനൊരു എനർജി ഉണ്ട്. ആ എനർജിയാണ് എന്ത്? എം എക്സ് സി സ്ക്വയർ ആണല്ലോ. ഈ എക്സ് എന്ന് പറയുന്ന പാർട്ടിക്കിളിന് മാസ് കാരണം ഉണ്ടാകുന്ന മാസ് എനർജിയാണ് എം എക്സ് സി സ്ക്വയർ. പ്ലസ് ഈ പാർട്ടിക്കിളിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ട് ഡ്യൂ ടു ദ വെലോസിറ്റി വി എക്സ്. ആ കൈനറ്റിക് എനർജിയെ നമുക്ക് ഇ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ രണ്ട് എനർജിയാണ് ആ ചെറിയ പ്രൊജക്റ്റൈൽ പാർട്ടിക്കിളിനുള്ളത്. പ്ലസ് ഇനി ഈ ടാർഗറ്റ് ന്യൂക്ലിയസ് എക്സിനുള്ള എനർജി എന്തൊക്കെയാണ്? അതിന്റെ മാസ് എം എക്സ് ആണ്, സി സ്ക്വയർ അതിന്റെ റെസ്റ്റ് മാസ് എനർജി ഉണ്ട്. പ്ലസ് അതിന് വേറെ എന്ത് എനർജി ഉണ്ട്? ആ പാർട്ടിക്കിൾ കൈനറ്റിക് എനർജി ഇല്ല, ബിക്കോസ് അതിന്റെ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് അതിന് കൈനറ്റിക് എനർജി ഇല്ല. അപ്പൊ ഈ രണ്ട് എനർജിയെ ആ പാർട്ടിക്കിളിനുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അറിയാം. അത് വെച്ചിട്ട് ഈ ഇനിഷ്യൽ പാർട്ടിക്കിൾസിന്റെ മാസ് ഈസ് എനർജി ഈസ് ഈക്വൽ ടു ഫൈനൽ പാർട്ടിക്കിളിന്റെ. അതുപോലെ ഇനി പ്രോഡക്റ്റ് ന്യൂക്ലിയസിന്റെ കേസിൽ പറഞ്ഞാൽ ഈ വൈ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ന്യൂക്ലിയസിന്റെ എനർജി എന്തൊക്കെയാണ്? ആ പ്രോഡക്റ്റ് ന്യൂക്ലിയസിന്റെ കൈനറ്റിക് എനർജി ഇ വൈ പ്ലസ് അതിന്റെ മാസ് എന്ന് പറയുന്നത് എം വൈ സി സ്ക്വയർ. ഓക്കെ, ദെൻ പ്ലസ് അതുപോലെ കുഞ്ഞ് പാർട്ടിക്കിൾസിന്റെ എന്താണ്? ഇ വൈ പ്ലസ് എം വൈ സി സ്ക്വയർ. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് എന്ത് കിട്ടി? ഇങ്ങനത്തെ ഇക്വേഷൻ കിട്ടി.
ഇനി നമുക്കറിയാം ഈ എം എക്സ് എം വൈ എം ഇ വൈ ഇ എക്സ് ഒക്കെ എന്താണെന്ന് നമുക്കറിയായിരിക്കുമല്ലോ. ഓക്കെ, ദെൻ നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഒരു എനർജി ചേഞ്ചിനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഈ ക്യൂ എന്ന് പറയുന്ന എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുണ്ടായ പ്രോഡക്റ്റ് പാർട്ടിക്കിൾസിന്റെ എനർജി, അതായത് കൈനറ്റിക് എനർജി, ഡിഫറൻസ് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ പ്രോഡക്റ്റ് പാർട്ടിക്കിൾസ് മൈനസ് ദ ഇനിഷ്യൽ പാർട്ടിക്കിൾസ്, അതായത് ഇ വൈ പ്ലസ് ഇ വൈ, അതാണ് പ്രോഡക്റ്റിന്റെ കൈനറ്റിക് എനർജി മൈനസ് ഇതിന്റെ ഇനിഷ്യൽ പാർട്ടിക്കിൾസിന്റെ, പ്രൊജക്ടൈലിന് മാത്രമേ കൈനറ്റിക് എനർജി ഉള്ളൂ, സ്മോൾ ഇ എക്സ്. അപ്പോൾ ഈ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യൂ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ക്യൂ എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ പ്രോഡക്റ്റ് പാർട്ടിക്കിൾസ് മൈനസ് ദ ഇനിഷ്യൽ പാർട്ടിക്കിൾ. ഇവിടെ ക്യാപിറ്റൽ ഇ എക്സ് വരാത്ത എന്താണ്, ടാർഗറ്റ് ന്യൂക്ലിയസ് റെസ്റ്റിലായതുകൊണ്ട് അതിന് കൈനറ്റിക് എനർജി ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഇതിനെ നമ്മൾ എന്തിന്റെ ടേംസിലേക്ക്, മാസിന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്കിതാ ഈ ഇക്വേഷൻ, ഈ ക്യൂ എന്ന് പറയുന്ന ഇക്വേഷനെ നമുക്ക് തൽക്കാലം 3 എന്നും പറഞ്ഞു എഴുതാം. ഓക്കെ, ദെൻ ഇതിനെ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് മാറ്റി എഴുതിയാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഈ 2 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് ഇതും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എം എക്സ് ഈ എം എക്സ് സി സ്ക്വയർ പിന്നെ പ്ലസ് എം എക്സ്, ഈ എം എക്സ് കൺസിഡർ ചെയ്തു, എം എക്സ് എന്നിട്ട് ഇൻറ്റു സി സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഇവിടെ നിന്ന് ഒരു എം എക്സ് വൈ സ്ക്വയർ എം വൈ സി സ്ക്വയർ, ഇവിടെ നിന്ന് ഒരു എം വൈ പ്ലസ് എം വൈ ഇൻറ്റു സി സ്ക്വയർ പ്ലസ് ഇവിടെ ബാക്കി ആരാണുള്ളത്, ഇ വൈ പ്ലസ് ഇ വൈ പ്ലസ് ഇ വൈ, ഈ ഇ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് ഇ എക്സ് ആണല്ലോ. ദെൻ എം എക്സ് പ്ലസ് എം എക്സ്, ഈ എം വൈ പ്ലസ് എം വൈ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, മൈനസ് എം വൈ ഹോൾ ഇൻറ്റു സി സ്ക്വയർ ഈക്വൽ ടു, ഇതിനെ നമ്മൾ എന്താണ് വിളിച്ചത്, ക്യൂ വാല്യൂ അല്ലേ, ഈക്വൽ ടു ക്യൂ. അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്ന ഈ എക്സ്പ്രഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂ വാല്യൂ ഓഫ് ദ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ കേസിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ക്യൂ വാല്യൂ. അപ്പോൾ ഈ ക്യൂ വാല്യൂ നോക്കിയിട്ട് നമുക്ക് റിയാക്ഷൻസിന്റെ നേച്ചർ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ക്യൂ വാല്യൂ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ക്യൂ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് പോലും അതിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ക്യൂ വാല്യൂ പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ക്യൂ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ദ റിയാക്ഷൻ ഈസ് സെഡ് ടു ബി എക്സോർജിക്. ക്യൂ വാല്യൂ പോസിറ്റീവ് ആവുന്ന എപ്പോഴാണ്, അതായത് ക്യൂ വാല്യൂ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എം എക്സ് പ്ലസ് എം എക്സ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പാർട്ടിക്കിൾസിന്റെ മാസ് എന്ന് പറയുന്നത് ഫൈനൽ പാർട്ടിക്കിൾസിന്റെ മാസിനേക്കാൾ കൂടുതലായിരിക്കണം. ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി എക്സോർജിക് ആൻഡ് ക്യൂ വാല്യൂ ഈസ് പോസിറ്റീവ്. വെൻ ദ ക്യൂ വാല്യൂ ഈസ് നെഗറ്റീവ് ഇതിനെ വിളിക്കുന്നത് എൻഡോർജിക് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ പ്രത്യേകത എന്താണ്, ഇതിൻ്റെ അകത്ത് ഇനിഷ്യൽ പാർട്ടിക്കിൾസിന്റെ മാസ് എന്ന് പറയുന്നത് ഫൈനൽ പാർട്ടിക്കിൾസിന്റെ മാസിനേക്കാളും കുറവായിരിക്കും. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് എൻഡോർജിക്. ഓക്കെ, അപ്പോൾ ഈ ക്യൂ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അകത്ത് നമ്മളൊരു ക്യൂ വാല്യൂവിന് ഒരു ചെറിയ എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആ എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നതിന് മുൻപ് നമുക്ക് ഈ ഫിഗർ നല്ലപോലെ അനലൈസ് ചെയ്യണം. അപ്പോൾ ഞാനിതിനെ അടുത്ത പേജിലേക്ക് പോവാണ്. ഓക്കെ, ഇതിനകത്ത് ഈ ഫിഗർ നമുക്ക് അതുപോലെ വേണം. അപ്പോൾ ഫിഗർ ഞാനിവിടെ ഒന്നുകൂടെ റീപ്ലോട്ട് ചെയ്യാണ്. ടാർഗറ്റ് ന്യൂക്ലിയസ് എക്സ്, അതിൻ്റെ മാസ് എം എക്സ്, വെലോസിറ്റി ഇല്ല. കുഞ്ഞു പാർട്ടിക്കിൾ സ്മോൾ ലെറ്റർ എക്സ്, അതിൻ്റെ മാസ് എം എക്സ്, അത് വി എക്സ് എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ടാർഗറ്റ് ന്യൂക്ലിയസിൽ വന്ന് കൊളൈഡ് ചെയ്യുന്നു. എന്നിട്ട് അത് രണ്ട് ഡയറക്ഷനിലേക്ക് പോകുന്നു, ക്യാപിറ്റൽ വൈ ആൻഡ് സ്മോൾ വൈ. ഈ ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നതിൻ്റെ മാസ് എം വൈ ആണ്. ഈ സ്മോൾ ലെറ്റർ വൈയുടെ മാസ് എം വൈ ആണ്. ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് വി വൈ, ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് വി സ്മോൾ ലെറ്റർ വൈ. ഇത് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി. ഇതുണ്ടാക്കുന്ന ആംഗിൾ ഫൈ, ഇപ്പുറത്തുണ്ടാക്കുന്ന ആംഗിൾ.
അപ്പോൾ നമ്മൾ ഇതിന്റെ ബേസിൽ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ക്യൂ വാല്യൂവിന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്കറിയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അനുസരിച്ച് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അനുസരിച്ച് ഇനിഷ്യൽ പാർട്ടിക്കിൾസിന്റെ മൊമെന്റവും ഫൈനൽ പാർട്ടിക്കിൾസിന്റെ മൊമെന്റവും ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം അല്ലെ. പക്ഷേ ഈ മൊമെന്റം എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇതിന്റെ വെക്റ്റർ മൊമെന്റം ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ മൊമെന്റം എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഈ മൊമെന്റത്തിന് കമ്പോണൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന ഈ പാർട്ടിക്കിൾസിന്റെ മൊമെന്റം, ഈ ഓരോ പാർട്ടിക്കിൾസിന്റെയും മൊമെന്റം ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ മൊമെന്റം എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം, സിമ്പിൾ ആയിട്ട് mx vx എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് ഇനി ഈ സെക്കൻഡ് പാർട്ടിക്കിളിന്റെ ടാർഗറ്റ് പാർട്ടിക്കിളിന്റെ മൊമെന്റം എന്ന് പറയുന്നത് നമുക്ക് mx ഇൻറ്റു 0, അതായത് ആ പാർട്ടിക്കിളിന് വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് അതിന്റെ മൊമെന്റം mx ഇൻറ്റു 0. അതാണ് ഇനിഷ്യൽ പാർട്ടിക്കിൾസിന്റെ മൊമെന്റം. ഈ മൊമെന്റം എന്ന് പറയുന്നത് ഇത് എക്സ് ഡയറക്ഷനിലേക്ക് മാത്രമാണുള്ളത്, കാരണം പാർട്ടിക്കിൾ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇനിഷ്യൽ പാർട്ടിക്കിൾ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രോഡക്റ്റ് ന്യൂക്ലിയസ് തീറ്റ ആൻഡ് ഫൈ ആംഗിൾ വേരിയേഷനിലാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ ഈ പാർട്ടിക്കിളിന് മൊമെന്റം രണ്ട് ഡയറക്ഷനിൽ നമുക്കിതിന് മൊമെന്റം പറയാം. അതായത് എക്സ് ഡയറക്ഷനിലും ഇതിന് മൊമെന്റത്തിന്റെ കമ്പോണന്റ് ഉണ്ട്, വൈ ഡയറക്ഷനിലും ഇതിന്റെ മൊമെന്റത്തിന് കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണന്റിലേക്കും വൈ ഡയറക്ഷനിലേക്കുള്ള കമ്പോണന്റിലേക്കും നമുക്ക് ഇതിന്റെ ടോട്ടൽ മൊമെന്റത്തെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രോഡക്റ്റ് ന്യൂക്ലിയസിന്റെ മൊമെന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ മൊമെന്റം ഫൈ ആംഗിളിലാണ്. അപ്പോൾ ഈ എക്സ് ഡയറക്ഷനിലേക്കുള്ള മൊമെന്റം എന്ന് പറയുന്നത് ഇതിന്റെ മൊമെന്റം എം വൈ വി വൈ, ഇത് ഫൈ ആയതുകൊണ്ട് കോസ് ഫൈ. പിന്നെ അതുപോലെ തന്നെ അതിന്റെ എക്സ് വൈ ഡയറക്ഷനിലേക്കുള്ളത് നമുക്ക് എന്ത് പറയാം, എം വൈ വി വൈ സൈൻ ഫൈ. ഓക്കെ, അതുപോലെ തന്നെ ഈ സ്മോൾ ലെറ്റർ പാർട്ടിക്കിളിലെയും നമുക്ക് മൊമെന്റ് എഴുതാം. അതെന്തായിരിക്കും, എം വൈ വി സ്മോൾ ലെറ്റർ വൈ കോസ് തീറ്റ, ഇവിടെ ആംഗിൾ തീറ്റ ആണ്. ഓക്കെ, അതിന്റെ വൈ ഡയറക്ഷനിലുള്ള നമുക്ക് എന്ത് പറയാം, എം വൈ വി വൈ സൈൻ തീറ്റ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് മൊമെന്റം പല ഡയറക്ഷൻ, എക്സ് ഡയറക്ഷനിലെയും വൈ ഡയറക്ഷനിലെയും കിട്ടി. ഇനി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത് എന്തായിരിക്കും, എക്സ് ഡയറക്ഷനിലുള്ള മൊമെന്റവും വൈ ഡയറക്ഷനിലുള്ള മൊമെന്റവും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പൊ എക്സ് ഡയറക്ഷനിലുള്ള മൊമെന്റത്തെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ദെൻ mx vx പ്ലസ് mx ഇൻറ്റു 0 ഈക്വൽ ടു ഇതിന്റെ എക്സ് ഡയറക്ഷനിലുള്ള മൊമെന്റം ഇത് രണ്ടുമാണ്. അപ്പൊ ഇതിനെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ദെൻ my vy കോസ് ഫൈ പ്ലസ് my vy കോസ് തീറ്റ, അത് മൊമെന്റം എലോങ് എക്സ് ഡയറക്ഷൻ. ഇനി നമുക്ക് അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, mx vx is equal to ഇതില്ലല്ലോ, equal to my vy cos phi plus my vy cos theta. ഓക്കെ, ഇനി അതിനെ നമുക്ക് ഒരു ഇക്വേഷൻ നമ്പർ 3 കൊടുക്കാം. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഇതിന്റെ വൈ ഡയറക്ഷനിലുള്ളതിനെ ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ വൈ ഡയറക്ഷനിലേക്ക് മുകളിലേക്കും താഴേക്കും രണ്ടെണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ദെൻ ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. നമുക്ക് അതിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ my vy sin theta equal to എന്ത് പറയാം, my vy sin phi. That is equation number 4. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ്റെ അകത്തും ഫൈയുടെ ടേംസ് ഉണ്ട്, തീറ്റയുടെ ടേംസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. ഇതിനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ജസ്റ്റ് സ്ക്വയർ ചെയ്തിട്ട് ആ ഫൈയുടെയും തീറ്റയുടെയും ടേംസിനെ നമുക്കൊന്ന് ആഡ് ചെയ്താൽ മതി. അത് സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് നമുക്ക് ഇക്വേഷൻ 3a ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇക്വേഷൻ 3a കോസ് തീറ്റയുടെ ടേമിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ഫൈയുടെ ടേംസിനെ മാത്രം ഒരു സൈഡിൽ നിർത്തുന്നു. ദെൻ mx vx മൈനസ് my vy കോസ് തീറ്റ ഈക്വൽ ടു my vy കോസ് ഫൈ എന്ന് എഴുതാം. അതുപോലെ ഇക്വേഷൻ 4നെ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. അതിനെന്ത് വരും, my vy സൈൻ തീറ്റ ഈക്വൽ ടു my vy സൈൻ ഫൈ. ഓക്കെ, എന്നിട്ട് ഈ 3aയും 4നെയും സ്ക്വയർ ചെയ്തിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇക്വേഷൻ 3a നമ്മൾ സ്ക്വയർ ചെയ്യും. അപ്പോൾ എന്ത് വരും, a മൈനസ് b ദി ഹോൾ സ്ക്വയർ ഫോമിലാണ് ഈ ടേം കിടക്കുക. അപ്പോൾ mx സ്ക്വയർ vx സ്ക്വയർ പ്ലസ് my സ്ക്വയർ vy സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ മൈനസ് 2mx vx my vy cos theta equal to
റൈറ്റ് ഹാൻഡ് സൈഡിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എം വൈ സ്ക്വയർ വി വൈ സ്ക്വയർ കോസ് സ്ക്വയർ 5. ഇപ്പുറത്ത് താഴത്ത് ഇക്വേഷൻ നമ്പർ 4നെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? എം വൈ സ്ക്വയർ വി വൈ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു എം വൈ സ്ക്വയർ വി വൈ സ്ക്വയർ സൈൻ സ്ക്വയർ 5. എന്നിട്ട് ഇക്വേഷൻ നമ്പർ ഈ സ്ക്വയർ ചെയ്ത ഇക്വേഷൻസിനെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? എം എക്സ് സ്ക്വയർ പ്ലസ് വി എക്സ് സ്ക്വയർ. മുകളിലത്തെ ഇക്വേഷന് നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഇതിനെ ആഡ് ചെയ്തൊന്ന് എഴുതി നോക്കാം. എം എക്സ് സ്ക്വയർ വി എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എം വൈ സ്ക്വയർ വി വൈ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എം വൈ സ്ക്വയർ വി വൈ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ എം വൈ സ്ക്വയർ വി വൈ സ്ക്വയർ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്കിതിനെ എം വൈ സ്ക്വയർ വി വൈ സ്ക്വയർ പിന്നെ എന്ത് എഴുതാം? മൈനസ് ഇവിടെ ഈ ഒരു ടേം കൂടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടപ്പുണ്ട്. മൈനസ് 2 എം എക്സ് വി എക്സ് എം വൈ വി വൈ കോസ് തീറ്റ ഈക്വൽ ടു ഇവിടെ എം വൈ സ്ക്വയർ വി വൈ സ്ക്വയർ കോസ് സ്ക്വയർ 5 എം വൈ സ്ക്വയർ വി വൈ സ്ക്വയർ സൈൻ സ്ക്വയർ 5 ഈക്വൽ ടു എം വൈ സ്ക്വയർ വി വൈ സ്ക്വയർ കോസ് സ്ക്വയർ 5 പ്ലസ് സൈൻ സ്ക്വയർ 5 ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ നമ്മൾ തൽക്കാലം ഇക്വേഷൻ നമ്പർ 5 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ കിട്ടുന്ന ഇക്വേഷൻ നമ്പർ 5 അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ അല്ലേ? അപ്പോൾ ഈ എനർജിയെ നമ്മൾ ഒന്നും കൂടെ ഓരോ പാർട്ടിക്കിളിന്റെയും എനർജി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ദെൻ ഈ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? ഹാഫ് എം എക്സ് വി എക്സ് സ്ക്വയർ. ദെൻ ഈ വൈ എന്ന് പറയുമ്പോൾ ഹാഫ് എം വൈ വി വൈ സ്ക്വയർ. അതുപോലെ തന്നെ ഈ വൈ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഹാഫ് എം വൈ വി വൈ സ്ക്വയർ അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഓരോന്നിനെയും മാറ്റാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 5നെ നമുക്ക് ഇതിൻ്റെ ടേംസിലേക്ക് എങ്ങനെ എഴുതാം? എം എക്സ് വി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എം എക്സ് ഇൻറ്റു നമുക്ക് എന്ത് കിട്ടി? എം എക്സ് വി എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ എം എക്സ് വി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു ഇ എക്സ് അല്ലേ? പിന്നെ ഞാൻ ഓരോന്നിനെയും മാറ്റുകയാണ്. പ്ലസ് ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു എം വൈ ഇ വൈ. എന്നിട്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് എഴുതുമ്പോൾ മൈനസ് ഇതിനെ നമ്മൾ ഓരോന്നിനെയും ഇതിൻ്റെ ന്യൂമറേറ്ററിലേക്ക് ഇതിനെ നമ്മളൊരു വി എക്സ് ഇൻറ്റു വി വൈ എന്ന് പറയുന്നൊരു ഫാക്ടർ ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തിട്ട് അതിനെ ഇ എക്സിൻ്റെയും ഇ വൈയുടെയും ടേംസിലേക്ക് ഒന്ന് മാറ്റി എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 4 ഇൻറ്റു റൂട്ട് ഓഫ് ഇ എക്സ് ഇ വൈ എം എക്സ് എം വൈ. ഓക്കെ, അത് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. അത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ തരുവാണ്. 2 ഇൻറ്റു എം എക്സ് വി എക്സ് എം വൈ വി വൈ കോസ് തീറ്റ എന്ന് പറയുന്നത് 4 ഇൻറ്റു റൂട്ട് ഓഫ് ഇ എക്സ് ഇ വൈ എം എക്സ് എം വൈ കോസ് തീറ്റ എന്ന് പറഞ്ഞു വരും. അത് ചെയ്യേണ്ട റൂട്ട് ഇങ്ങനെയാണ്. ഈ ഓരോ ഇക്വേഷനെയും ഇ എക്സ് ഇ വൈ ഈ ടേംസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? വി എക്സിൻ്റെയും വി വൈയുടെയും ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിനെ ഓരോന്നിനെയും ഇ എക്സിൻ്റെയും ഇ വൈയുടെയും ടേംസിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈ ഇക്വേഷൻ കിട്ടും. അത് നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ തരുവാണ്. അത് ചെയ്ത് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരണം, അല്ലെങ്കിൽ എനിക്ക് മെയിൽ ചെയ്ത് തന്നാൽ മതി കേട്ടോ. നിങ്ങളുടെ കൺവീനിയൻസ് പോലെ ഒന്നിലെ വാട്സാപ്പ് ചെയ്യുക അല്ലെങ്കിൽ മെയിൽ ചെയ്യുക. ഓക്കെ, ദെൻ 4 ഇൻറ്റു വിച്ച് ഈസ് ഈക്വൽ ടു എം വൈ സ്ക്വയർ വി വൈ സ്ക്വയർ. ഓക്കെ, ദെൻ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യാം. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എല്ലാത്തിലും ഒരു 2 ഇൻറ്റു ഉണ്ട് 2 ഇൻറ്റു എം വൈ ഇ വൈയുടെ ടേംസിലേക്കാണ് എഴുതുക. അപ്പോൾ എം വൈ വി വൈ സ്ക്വയർ എന്നുള്ളതിനെ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എം വൈ ഇ വൈ എന്ന് എഴുതി. ഓക്കെ, ഇനി എല്ലായിടത്തും ഒരു 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഇക്വേഷൻ. ഈ മോഡിഫൈഡ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയാണ്: എം എക്സ് ഇ എക്സ് പ്ലസ് എം വൈ ഇ വൈ മൈനസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് എം എക്സ് എം വൈ ഇ എക്സ് ഇ വൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം വൈ ഇ വൈ. എം വൈ ഇ വൈ.
ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തൊന്ന് നമ്മൾ EY കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ EY കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. EY നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? EY ഈക്വൽ ടു ഓരോന്നിനെയും നമ്മൾ MY കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. ദെൻ EY ഈസ് ഈക്വൽ ടു EY എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും MY കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ EX ഇൻറ്റു EY is equal to EX into MX divided by MY plus EY into MY divided by MY minus 2 into root of MX MY EX EY divided by MY cos theta. Okay, then അങ്ങനെ നമുക്ക് EY കിട്ടി, which is equal to ഞാൻ ഒന്നുകൂടെ മായ്ക്കാണ്. ഇതൊക്കെ നിങ്ങൾ എഴുതി കാണുമല്ലോ അല്ലേ, ഡെറിവേഷൻ ഇതിന്റെ കൂടെ തന്നെ എഴുതുന്നുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് EY ഈക്വൽ ടു എങ്ങനെ കിട്ടി? EX ഇൻറ്റു MX ഡിവൈഡഡ് ബൈ MY പ്ലസ് EY ഇൻറ്റു MY ഡിവൈഡഡ് ബൈ MY minus 2 into MX MY EX EY and the square root of divided by MY into cos theta. Okay, ഇനി നമുക്ക് EYയുടെ എക്സ്പ്രഷൻ കിട്ടി. ഓൾറെഡി നമ്മൾ Q വാല്യൂവിന് ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇക്വേഷൻ കണ്ടിരുന്നു, ഇക്വേഷൻ നമ്പർ 3 അല്ലേ. what is the equation for Q? Q equal to EY plus EY minus EX. അപ്പോൾ ഈ ഇക്വേഷന്റെ EYയുടെ എക്സ്പ്രഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് ഇപ്പോൾ കിട്ടിയ EYയുടെ എക്സ്പ്രഷൻ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ വരും 3 എന്ന് പറയുന്ന ഇക്വേഷനെ ഞാൻ ആദ്യം ഒന്ന് എടുത്ത് എഴുതുന്നു. 3 എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? Q equal to EY plus EY minus EX. ഓക്കെ, അതിൽ ഈ EYക്ക് പകരം നമുക്ക് കിട്ടിയ കംപ്ലീറ്റ് എക്സ്പ്രഷനെയും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ദെൻ EX ഇൻറ്റു MX ബൈ MY plus EY into MY by MY minus 2 into root of MX MY EX EY divided by MY into cos theta minus plus the EY minus EX. Okay, ഇനി നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാം. നമ്മൾ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യും? EX ഉള്ള ടേമും EY ഉള്ള ടേമും ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. which is equal to ഈ EX ഉള്ള ടേംസിനെ എല്ലാം നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു. then EX into MX divided by MY minus 1 plus EY into MY by MY plus 1 ഇതും 1 minus 2 into root of MX MY EX EY all divided by MY. That's equal to EY into EY ആദ്യം എടുത്തതാണ് EY into 1 plus MY by MY. ഇതിനെ ഒന്ന് തിരിച്ചെഴുതിയേ ഉള്ളൂ. ഇനി മൈനസ് EX, ഇതിനെ ഒന്ന് 1 മൈനസ് എന്ന് എഴുതാൻ വേണ്ടി മൈനസ് സൈൻ പുറത്തെടുത്താണ്. 1 മൈനസ് MX ഡിവൈഡഡ് ബൈ MY മൈനസ് എന്തെഴുതാം 2 by MY into root of MX MY into EX EY. What's equal to Q equal to. അപ്പോൾ Q വാല്യൂവിന് നമുക്ക് പുതിയ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഈ എക്സ്പ്രഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പ്രഷൻ ഫോർ Q വാല്യൂ ഇക്വേഷൻ എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. Q വാല്യൂ ഇക്വേഷൻ. അപ്പോൾ വാട്ട് ഈസ് Q വാല്യൂ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് Q വാല്യൂ ഇക്വേഷൻ. അപ്പോൾ അതിനെ ഡിറൈവ് ചെയ്യേണ്ട ഒരു രീതി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോറി, ഇതിൻ്റെ കൂടെ ഒരു കോസ് തീറ്റയും കൂടി ഉണ്ട്. കോസ് തീറ്റ ഓക്കെ, റൂട്ടിൻ്റെ ഉള്ളിലല്ല, കോസ് തീറ്റ. അപ്പോൾ ഇങ്ങനെ ഒരു ഫാക്ടർ കൂടി ഉണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് Q വാല്യൂ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ Q വാല്യൂ ഇക്വേഷന് ചില സ്പെഷ്യൽ കേസസ് ഉണ്ട്. അപ്പോൾ ഈ Q വാല്യൂ ഇക്വേഷൻ്റെ സ്പെഷ്യൽ കേസസ് ഓരോന്നായിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുൻപ് ഈ Q വാല്യൂ ഇക്വേഷൻ
ഡിറൈവ് ചെയ്യാനും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചിരിക്കണം. പിന്നെ സ്പെഷ്യൽ കേസ് ഫസ്റ്റ് വൺ, തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ, അതായത് ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കേസ് വൺ, തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് 90 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ തേർഡ് ടേം കംപ്ലീറ്റ് പോകും അല്ലേ. ദെൻ ക്യൂ വാല്യൂ, ക്യൂ ഈക്വൽ ടു EY ഇൻറ്റു 1 പ്ലസ് MY ബൈ MY മൈനസ് EX ഇൻറ്റു 1 മൈനസ് MX ബൈ MY. ഓക്കെ, അതാണ് തീറ്റ ഈക്വൽ ടു 90 ആവുന്ന കേസ്. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് കേസ് 2-ൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്. ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഇലാസ്റ്റിക് സ്കാറ്ററിംഗിന്റെ കേസിൽ ഇനിഷ്യൽ പാർട്ടിക്കിളും സെയിം, പ്രോഡക്റ്റ് പാർട്ടിക്കിൾസും സെയിം ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. അതായത് ഇനീഷ്യലി ഉള്ള പ്രൊജക്റ്റൈൽ മാസിന്റെ എമ്മും ഫൈനൽ ഔട്ട് സൈഡിൽ വരുന്ന പാർട്ടിക്കിളിന്റെ മാസ് MYയും സെയിം ആണ്. അതുപോലെ തന്നെ ടാർഗറ്റ് ന്യൂക്ലിയസും പ്രോഡക്റ്റ് ന്യൂക്ലിയസും സെയിം ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ MX ഈക്വൽ ടു MY ആണ്. അതായത് എക്സും വൈയും എങ്ങനെയാണ്? സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷൻ എന്ത് വരും? ഇക്വേഷൻ ക്യൂ വാല്യൂ ക്യൂ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇലാസ്റ്റിക് സ്കാറ്ററിംഗിന്റെ ക്യൂ വാല്യൂ ഈക്വൽ ടു 0 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ 90 ഡിഗ്രി ആകുമ്പോൾ ക്യൂ വാല്യൂ, ഇത് ഓരോ സ്പെഷ്യൽ കേസും ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, അത് പഠിച്ച് ചെയ്തു വെക്കണം കേട്ടോ. ദെൻ കേസ് 3, കേസ് 3 ഏതാണ് നമ്മൾ പഠിച്ചത്? ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് അല്ലേ. ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിംഗിന്റെ പ്രത്യേകത എന്താണ്? അവിടെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല, അതിൻ്റെ അകത്ത് പാർട്ടിക്കിൾ സെയിം ആണ്. ദാറ്റ് ഈസ് MX തന്നെയാണ്, MY തന്നെയാണ്. അതുപോലെ ടാർഗറ്റ് ന്യൂക്ലിയസിന്റെ മാസും പ്രോഡക്റ്റ് ന്യൂക്ലിയസിന്റെ മാസും സെയിം ആണ്. ബട്ട് കൈനറ്റിക് എനർജി അവിടെ കൺസേർവ്ഡ് അല്ല, കൈനറ്റിക് എനർജിക്ക് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷന്റെ ക്യൂ വാല്യൂ എന്ന് പറയുന്നത് Q ഈസ് ഈക്വൽ ടു മൈനസ് E സ്റ്റാർ ആണ്. അത് ഓർത്ത് വെക്കണം, നോട്ട് ചെയ്യണം. മൈനസ് E സ്റ്റാർ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അതിൻ്റെ അകത്തെ എനർജി എങ്ങനെയാണ്? എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജിയിലേക്ക് പോകും, അതായത് കൈനറ്റിക് എനർജിക്ക് ചേഞ്ച് ഉണ്ടാവും അല്ലേ. അത് E സ്റ്റാർ ആണ്. ദിസ് ഈസ് ദ എക്സൈറ്റേഷൻ എനർജി ഇമ്പാർട്ടഡ് ടു ദ ടാർഗറ്റ് ന്യൂക്ലിയസ്. ടാർഗറ്റ് ന്യൂക്ലിയസിന് കിട്ടുന്ന എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജിയാണ് E സ്റ്റാർ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അതിന്റെ ക്യൂ വാല്യൂ Q ഈസ് ഈക്വൽ ടു മൈനസ് E സ്റ്റാർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു, ഇത്രയും നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ ഇന്ന് പഠിച്ചത് കുറച്ച് ഡെറിവേഷൻ ചെയ്തു തന്നെ പഠിക്കണം, വെറുതെ നോക്കിയിരിക്കരുത്, ചെയ്തു തന്നെ ബുക്കിലേക്ക് എഴുതി ചെയ്തു തന്നെ പഠിക്കണം കേട്ടോ. അതിന്റെ നോട്ട്സ് എഴുതി എനിക്ക് അയച്ചു തരുകയും വേണം. ഇതിന്റെ ഡെറിവേഷൻ നോട്ട്സ് എഴുതി ഇന്ന് തന്നെ അടുത്ത ക്ലാസ്സിന് മുൻപ് ഇതിന്റെ ഡെറിവേഷൻ നോട്ട്സ് അയച്ചു തരാം. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാണെന്ന്. ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കൺസർവേഷൻ ലോസ് ആണ്. ആ കൺസർവേഷൻ ലോസിലെ കൺസർവേഷൻ ഓഫ് എനർജി, മൊമെന്റം, ആംഗുലാർ മൊമെന്റം, ചാർജ്, ന്യൂക്ലിയോൺ, സ്പിൻ, പാരിറ്റി ആൻഡ് ഐസോസ്പിൻ കൺസർവേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നീട് ന്യൂക്ലിയർ റിയാക്ഷൻ കൈനമാറ്റിക്സിൽ എങ്ങനെയാണ് ക്യൂ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ അകത്ത് മൊമെന്റം കൺസർവേഷനും എനർജി കൺസർവേഷനും യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. അതിന്റെ എക്സോഎർജിക് ആൻഡ് എൻഡോർജിക് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ക്യൂ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, ഡിറൈവ് ചെയ്തെടുത്തു, സോൾവ് ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് 3 സ്പെഷ്യൽ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലിരിക്കാൻ, എന്നാലേ നിങ്ങൾക്ക് അതിന്റെ ബാക്കി ടോപ്പിക്ക് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ അകത്തുനിന്ന് ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ നല്ലപോലെ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് നോട്ട്സ് ആക്കി എനിക്ക് അയച്ചു തരുകയും വേണം. ഓക്കെ, then let us stop.